എന്ന വാർത്തയിലേക്കാണ്. കൊച്ചിയിലെ ടാക്സി ഡ്രൈവർമാർ സമരത്തിലാണ്. സെയ്ഫിനിസ അലിയാറവരുമായി സംസാരിച്ചു. അതിലേക്ക്. സംസ്ഥാനത്താകെയുള്ള ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ചും ധർണയുമാണ് കാക്കനാട് നടക്കുന്നത്. നിരവധി ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ കമ്പനികളുടെ ചൂഷണത്തിന് എതിരെ ഇവിടെ സമരം ചെയ്യുകയാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ സമരം? നമുക്ക് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഡ്രൈവേഴ്സിന് ഒരു ഫെയർ ഏകീകൃതം വേണം. കാരണം നമുക്ക് പല റേറ്റിലാണ് ഇവർ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞോളം തരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വളരെ തുച്ഛമായ എമൗണ്ട്. ഇപ്പോൾ ഒരു കമ്പനി 150 തരാണ്, ഒരു കമ്പനി 100. അവർ മത്സരമാണ്. പക്ഷെ അതിൽ നമ്മൾ ഡ്രൈവേഴ്സ് ആണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. മര്യാദ ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കൊരു വേതനം കിട്ടണില്ല. സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന വേതനം പോലും നമുക്ക് കിട്ടണില്ല. അപ്പൊ അതിനെതിരായിട്ട് ഈ കൊച്ചിയിൽ എല്ലാ വാട്സപ്പ് കൂട്ടായ്മകളും യൂണിയനുകളും എല്ലാം ഒത്തൊരുമിച്ച് നിന്നിട്ടുള്ള ഒരു സ്ട്രൈക്കാണത്. അപ്പൊ ഓൺലൈൻ കമ്പനികൾക്ക് എല്ലാവർക്കും എതിരെ, ഒരു കമ്പനിക്കെതിരെയല്ല, എല്ലാ കമ്പനികൾക്കെതിരെയുള്ള ഒരു സ്ട്രൈക്കാണ് നമ്മൾ ഈ ചെയ്യണത്. ഇപ്പോൾ സർവീസ് നിർത്തിയുള്ള സമരമാണോ സൂചനാ സമരമാണോ? ഇന്ന് നമ്മൾ 12 മണിക്കൂർ ഓഫ്ലൈൻ സമരം എല്ലാ കൂട്ടായ്മകളും ആഹ്വാനം ചെയ്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് തുടരായിട്ട് നമ്മൾ നടപടികൾ നോക്കിയിട്ട് അവരുടെ നടപടി അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും എല്ലാ കാര്യവും. നിങ്ങൾക്ക് ഇതെങ്ങനെ നഷ്ടമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നഷ്ടമാണെന്ന് പറയുന്നത് ഇവരുടെ ഈ റേറ്റ് കാരണമാണ്. നമുക്കൊരു ഏകീകൃത റേറ്റ് കിട്ടിയാൽ മതി. എല്ലാ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു റേറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ ഏതെങ്കിലും റേറ്റ് നമുക്ക് ആവശ്യമില്ല, കൂടുതൽ വേണ്ട. നിലവിൽ നോർമൽ ടാക്സിക്ക് കൊടുക്കുന്ന ഒരു കിലോമീറ്റർ റേറ്റ് ഉണ്ട്, അത് കിട്ടിയാൽ മതി നമുക്ക്. അതിൽ കൂടുതൽ ഒന്നും വേണ്ട ആവശ്യം നമുക്കില്ല. അതാണ് ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ. എന്നാലും സൂചനാ പണിമുടക്കാണ് ഇന്ന് 12 മണിക്കൂർ നടത്തുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇതിൽ പരിഹാരമായില്ലെങ്കിൽ പോകാനുള്ള ആലോചനയിലാണ് ഇവർ എല്ലാവരും. ഡ്രൈവർമാർക്ക് മിനിമം വേതനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും ഓൺലൈൻ ടാക്സി മേഖലയിൽ നിയമനിർമ്മാണം നടപ്പിലാക്കണമെന്നും ഓൺലൈൻ ടാക്സി കമ്പനികളുടെ സർക്കാർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഒക്കെയാണ് ഇവരുടെ ആവശ്യം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കളക്ടറേറ്റിന് മുൻപിൽ ഇങ്ങനെയൊരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്.